തിരുവിതാംകൂർ പോലീസ് സേനയിലെ ജോലി കമലമ്മ അത്ര സന്തോഷത്തോടെയല്ല ഉപേക്ഷിച്ചത്. പക്ഷേ ജോലി വിട്ട് മാറി നിൽക്കുക എന്നത് മാത്രമായിരുന്നു അപ്പോഴവർക്ക് ചെയ്യാനുണ്ടായിരുന്നത്. ഒരിഷ്ടത്തെ വിട്ട് അതിലും വലിയൊരു ഇഷ്ടത്തെ കൈപിടിച്ചുള്ള യാത്രയായിരുന്നു പിന്നീട്. കല്യാണം കഴിച്ചെന്ന് ഞാൻ റെക്കോർഡ് കൊടുക്കുകയാണെങ്കിൽ എന്നെ പിരിച്ചുവിടും. കല്യാണം കഴിച്ചെന്ന് ഞാൻ ആർക്കും ഒരു റെക്കോർഡും കൊടുത്തിട്ടില്ല. ഞങ്ങൾ തങ്ങൾ മനസ്സാലെ കല്യാണം കഴിച്ചതാണ്. ക്വസ്റ്റ്യനും അതും ഇതുമൊക്കെ വന്ന് അപ്പോഴും യൂണിഫോമൊക്കെ വ്യാപിച്ചിട്ട് മിണ്ടാതെ ഇറങ്ങിപ്പോണം. പിന്നെ അതിന് വേണ്ട. അപ്പം പുള്ളി തന്നെ എന്നോട് പറഞ്ഞു വേണ്ട. അങ്ങനെ അവരറിഞ്ഞ് നമുക്ക് പേപ്പർ കയ്യിൽ തരണമെങ്കിൽ വാങ്ങിക്കാം, അല്ലാതെ നമ്മളായിട്ട് അങ്ങോട്ട് ചെന്ന് പറയില്ല. അങ്ങനെയാണ് ആ കല്യാണം ഞങ്ങൾ തങ്ങളിൽ ഗവൺമെൻറ്റിന് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിക്കണ്ട എന്നുള്ളൊരു ഉദ്ദേശമുള്ളൂ. ആർക്കും അറിഞ്ഞൂടാ ഞങ്ങൾ കല്യാണം കഴിച്ചതാണ്. എന്തായാലും ഞാൻ എൻ്റെ മോനെ 8 മാസം വരെ ഞാൻ ഒളിച്ചു വെച്ചിട്ട് മെഡിക്കൽ പരിശോധനയ്ക്ക് എടുക്കാൻ ഒന്നിനും പോകില്ല. അഥവാ അവർ വിളിച്ചാലും പോകരുത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ പരിശോധനയ്ക്കൊന്നും പറഞ്ഞ് വിളിക്കുകയാണെങ്കിൽ പോകുകയേ ചെയ്യരുത്, കുറച്ചിലാണ് എന്ന് പറയും. ശരി, അങ്ങനെ ആബ്സെൻ്റായി ജോലിയിലിരുന്ന അതിന് പകരം എനിക്ക് ആൾ വന്നു. ഞാനിനി പോയിട്ട് 2-3 മാസം കഴിയുമ്പോൾ എനിക്ക് നോട്ടീസ് വരുന്നുണ്ട്. അങ്ങനെ എല്ലാം എഴുതി പറക്കിയെടുത്ത് എല്ലാ കിറ്റ് സാധനങ്ങളൊക്കെ ഏറ്റെടുത്ത് അനിയത്തിരയിൽ കൊടുത്തയച്ചു. അവൾ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. പിന്നെ ഞാനും എൻ്റെ ഗവൺമെൻറ്റുമായിട്ട് യാതൊരു ടച്ചും ഇല്ല. രാജഭരണം മാറി ജനാധിപത്യ ഭരണം വന്നതോടെ കമലമ്മ വീണ്ടും പോലീസ് കുപ്പായമണിഞ്ഞു. ഇക്കുറി സ്റ്റേറ്റ് പോലീസുകാരിയായി. കേരള പോലീസിലും ഇവരുടെ സർവീസ് ഒരു ദശകത്തോളം നീണ്ടു. EMS ഒരുപാട് ഗൗരിയമ്മയ്ക്ക് എന്നെ വലിയ ഇഷ്ടമായിരുന്നു. അദ്ദേഹം തന്നെ എന്നെ കൂടുതൽ ശ്രമിച്ച് എന്നെ രണ്ടാമത് കയറ്റിയത്. EMS ഒരുപാട് ഇഷ്ടമാണോ നേട്ട്, ബുദ്ധിമുട്ടാണ്, കയറ്റിയാൽ കൊള്ളായിരുന്നു. ശരി വയ്ക്കുള്ളൂ എന്ന് പറഞ്ഞു. 3-4 ദിവസം എന്നാൽ ഗൗരിയമ്മ ചെന്നൊന്ന് കാണാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നെ അപ്പുറത്ത് വെച്ച് ഗൗരിയമ്മ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്നാൽ വയ്ക്കുള്ളൂ കലമേ, വിഷമിക്കണ്ട, അദ്ദേഹം തരും. SI ആയിട്ട് റിട്ടയർഡ് ചെയ്തു. 6 മക്കളെ പെറ്റുവളർത്താനും അവരുടെയൊക്കെ സ്നേഹം ആവോളം അനുഭവിക്കാനും ഭാഗ്യമുണ്ടായി ഈ അമ്മയ്ക്ക്. ഭാര്യയായി, അമ്മയായി, മുത്തശ്ശിയായി ജീവിതാരെങ്കിലും കമലമ്മയ്ക്ക് കിട്ടിയത് പ്രൗഢമായ സ്ഥാനങ്ങൾ തന്നെ. എനിക്ക് 6 മക്കളുണ്ട്. ഒരാൾ തിരുവനന്തപുരത്തുണ്ട്, ഒരാൾ പിന്നെ ആഫ്രിക്കയിലുണ്ട്, ഒരാൾ കൊച്ചി ജോലിയുണ്ട്, ഒരാൾ മസ്കറ്റിലിരിക്കുന്നു, ഒരാൾ മരിച്ചുപോയി. എനിക്ക് ഒരു മകളുണ്ട്, അതാണ് ഈ മകൾ. കുറച്ച് കാലം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ജോലി ഉണ്ടായിരുന്നു. 2 കുട്ടികളുണ്ട്. അതിൽ ഒന്ന് പഠിക്കുന്നില്ല, ഒരു കുട്ടി പങ്കജ കസ്തൂരി എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നുണ്ട്. ഞാനിതാ 30 കൊല്ലവും കഴിഞ്ഞ് ഞാൻ പെൻഷനായി ആ വീട്ടിൽ പോയി.